ഹായ് കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ. അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒലിച്ചി വെള്ളച്ചാട്ടം കാണാൻ വന്നതാണേ. ഞാനും പിള്ളേരുണ്ട്. പിള്ളേരിത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനൊരു കുഞ്ഞു ചിന്ത പറയാനാണേ, ഒരു വിത്തിൻ്റെ കഥ. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം. പലപ്പോഴും നമ്മളെപ്പോഴും നെഗറ്റീവ്, അതായത് എനിക്ക് മാത്രം വളരാൻ കഴിഞ്ഞില്ല, ഞാൻ മാത്രം എന്തേ ഇങ്ങനെയായി, എനിക്കൊന്നും ലഭിച്ചില്ല, എനിക്കാരും ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതിപ്പെടുന്നവരാണ് നമ്മളിൽ പലരും, ഞാനടക്കം. ഞാനും പലപ്പോഴും ഇഷ്ടംപോലെ ഞാനും ആഗ്രഹിച്ചതൊന്നും നേടാതിരുന്ന സമയത്തും ഞാനും വിചാരിച്ചു, ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ നാൾ എന്താ പറയുക, നെഗറ്റീവായിരുന്നു, ഫുൾ നെഗറ്റീവായിരുന്നു. അങ്ങനെ 2026 ഞാൻ പുതിയ തീരുമാനം എടുത്തു. ആരും ഞാൻ കുറ്റം പറയില്ല, എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റാൻ തയ്യാറായി. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചിന്ത പറയാനാണ് ഒരു വിത്തിൻ്റെ കഥ. അപ്പോൾ നമ്മളൊരു വിത്ത്, ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു വിത്ത് നടുകയാണെങ്കിൽ ആ വിത്തിൻ്റെ ചിന്താഗതി, ആ വിത്ത് വിചാരിക്കുകയാണ് എന്താ പറയുക, ഞാൻ ഈ മണ്ണിൻ്റെ ഇടയിൽ കിടന്നിട്ട് എന്ത് ചെയ്യാനാ, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഈ ഒരു ഇരുട്ടിലല്ലേ എന്നെ ഇട്ടിരിക്കണേ എന്നൊക്കെ വിചാരിച്ചും വിത്തിങ്ങനെ പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം പരാതിയും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ പരിപാലിച്ചുകൊണ്ടിരുന്നാൽ, ആ വിത്തിന് ആവശ്യമായ വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ആ വിത്ത് സാവധാനം വളർന്നു വരും അല്ലേ, നല്ല വൃക്ഷമായിട്ട് വളർന്നു വരും, നല്ല ഫലങ്ങളുള്ള വൃക്ഷമായിട്ട് അത് വളർന്നു വരും. നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റിയാൽ മതി. നമ്മളും ചിന്തിക്കണം, എന്താ പറയുക, ഞാൻ മണ്ണിൻ്റെ ഇടയിലല്ല, അല്ലെങ്കിൽ എനിക്ക് സാധ്യതകളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. ഇഷ്ടം പോലെ സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ളത് അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, സോഷ്യൽ മീഡിയ ഇല്ല, ഒരു ഇട്ടാവട്ടത്തിലുള്ള ഒരു ലൈഫായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്കില്ലാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ ഇഷ്ടംപോലെ സ്കില്ല് പഠിക്കാൻ തയ്യാറാവണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല വിത്തായി വളരുക, പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് ചിന്തകളൊക്കെ വരും, പക്ഷേ ആ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് 10 പോസിറ്റീവ് ചിന്ത നമ്മൾ പറയണം അല്ലേ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ എപ്പോഴും ചിരിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ചിരിച്ച് സംസാരിക്കുക എന്നുള്ളതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നെഗറ്റീവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊക്കെ നെഗറ്റീവിൻ്റെ അതായത് തളർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ വാക്കുകൾ ഇഷ്ടം പോലെ ഞാൻ കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സോഷ്യൽ മീഡിയ വഴിയല്ല, അല്ലാത്തുള്ള ഫ്രണ്ട്സ് വഴിയും ഒക്കെ, മറ്റുള്ളവർ വഴിയൊക്കെ, അതായത് വെറുതെ പറയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയ സംഭവങ്ങളൊക്കെയാണ് ലൈഫിലുണ്ടായത്. അന്നൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അവരൊക്കെ എന്നെ ഇങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മുടെ സങ്കടം കാണാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലേ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയുള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. വേറെ ആരും നമുക്ക് വേണ്ടി നമ്മുടെ ഹാപ്പിനെസ് കൊണ്ട് തരുമെന്നില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായി മാറട്ടെ. എൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്കിലൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.